മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയില് പടച്ചറബേ ഷാസിൽ എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ അല്ലാഹുവേ തന്റെ കൂട്ടുകാരും ഒത്തിട്ടിങ്ങനെ കളിക്കുകയായിരുന്നല്ലോ. പടച്ചറബേ കളിക്കുന്നതിന്റെ കമ്പെടുത്തിട്ട് വായക്കകത്തങ്ങ് കുത്തിക്കയറുകയാണല്ലോ. അല്ലാഹുവേ വല്ലാത്ത പേടിയായി മാതാപിതാക്കൾക്ക്, വല്ലാത്ത വിഷമമായി മാതാപിതാക്കൾക്ക്. അതാ പടച്ചറബേ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ എടുത്തിട്ട് തന്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോവുകയാണല്ലോ. തന്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നു. പടച്ചറബേ അവര് പറഞ്ഞു അത്രേ ഓപ്പറേഷൻ പെട്ടെന്ന് വേണമല്ലോ. അല്ലാഹ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുകയാണ്, അനസ്തേഷ്യ കൊടുക്കുകയാണ്. പടച്ചറബേ പിന്നീട് കുട്ടിക്ക് ബോധം തിരിച്ചു വരുന്നില്ലല്ലോ. അല്ലാഹുവേ ആ പൊന്നുമോന് ലോകത്തോട് വിട പറഞ്ഞു. ഉമ്മ ആ പൊന്നുമോന് ലോകത്തോട് വിട പറഞ്ഞല്ലോ. ഉമ്മ വെറും 4 വയസ്സല്ലേ പ്രായമായിട്ടുള്ളൂ, വെറും 4 വയസ്സേ പ്രായമായിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ പടച്ചു തമ്പുരാനെ കൊണ്ടുപോയല്ലോ ഉമ്മ. അല്ലാഹുവേ പടച്ചറബേ കേൾക്കുമ്പോ തന്നെ എന്ത് വിഷമമെന്നറിയോ. അതിനാരുടെങ്കിലും അനാസ്ഥകളുണ്ടോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. പടച്ചറബേ ബന്ധുക്കൾ പറയുന്നുണ്ട്, അല്ലാഹുവേ ഡോക്ടർമാരുടെ ഹോസ്പിറ്റലിൽ ആളുകളുടെ വല്ലാത്ത അനാസ്ഥ അതിലുണ്ടായിട്ടുണ്ട്, അവിടെ അശ്രദ്ധ അതിലുണ്ട്. അനസ്തേഷ്യ കൊടുത്തത് ഒരുപാട് ഏറിപ്പോയിട്ടുണ്ട്, ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പടച്ചറബേ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് അല്ലാഹ് കൊടുത്ത കൺമണിയാണല്ലോ, അല്ലാഹു കൊടുത്ത കൺമണിയാണല്ലോ. പടച്ചറബേ സ്നേഹിച്ച് കൊതുതീരുന്നതിന് മുമ്പ് അല്ലാഹുവേ ആ പൊന്നുമോനെ നീ തിരിച്ചു വിളിച്ചല്ല അല്ലാഹ്, നീ തിരിച്ചു വിളിച്ചല്ല അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവേ ആ ഉമ്മാക്കും ആ പൊന്നു പിതാവിനും നീ പടച്ചറബേ സമാധാനം നീ കൊടുക്കണേ അല്ലാഹ്, നീ സമാധാനം കൊടുക്കണേ തമ്പുരാനെ. നാളെ സ്വർഗത്തിൽ വെച്ചിട്ട് കണ്ടുമുട്ടാൻ അവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്, തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. പടച്ചു തമ്പുരാനെ നാളെ സ്വർഗത്തിൽ വെച്ചിട്ട് ആ ഉമ്മാനെ ആ വാപ്പാനെ കൈ പിടിച്ചിട്ട് അല്ലാഹുവേ പടച്ചുറമ്പേ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന പൊന്നുമക്കളില് ആ പൊന്നുമോനെ നീ പെടുത്തണേ അല്ലാഹ്. പടച്ചുറമ്പേ അല്ലാഹുവേ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ പൊന്നുമക്കൾ ചെറിയ പടച്ചുറമ്പേ പ്രായമെത്തുന്നതിന്റെ മുമ്പ് ലോകത്തോട് വിട പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നാളെ പരലോകത്തോ നാളെ അന്ത്യനാളിലോ പടച്ചുറമ്പേ എല്ലാ സൃഷ്ടികളെയും ഇതാ ഹിസാബിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാ. അല്ലാഹുവേ എല്ലാ ജനങ്ങളും ഇങ്ങനെ നിൽക്കുകയാ. അല്ലാഹുവേ തന്റെ സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് എല്ലാവരും നിൽക്കുകയാണല്ലോ. പടച്ചുറമ്പേ ആ സമയത്തതാ പടച്ചുറമ്പേ ചെറിയ ഒരുപാട് മക്കളെ കാണുകയാണ്, ഒരുപാട് മക്കൾ അവിടെ നിന്ന് കാണുകയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് പറയുകയാണ്, സ്വർഗത്തിന്റെ വാതിലിന്റെ മുമ്പിലേക്ക് നിങ്ങളൊന്ന് മാറി നിൽക്കുമോ, സ്വർഗത്തിന്റെ വാതിലിലേക്ക് നിങ്ങളൊന്ന് കയറി നിൽക്കണേ, ആ വാതിലിന്റെ കവാടത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ നിൽക്കണേ എന്നവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണല്ലോ. പടച്ചുറമ്പേ ഈ പിഞ്ചു മക്കളതാ സ്വർഗ കവാടത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ലാഹുവേ പടച്ചുറമ്പേ ഹിസാബ് അങ്ങനെ നടക്കുകയാണല്ലോ. ഇവർക്കാണെങ്കിൽ ഹിസാബുമില്ല, അവരിങ്ങനെ എന്തോ അന്വേഷിക്കുന്നത് പോലെ ഇങ്ങനെ നോക്കുകയാണ്. ആ ഹിസാബ് നടക്കുന്ന കൂട്ടത്തിലോ ജനങ്ങളിലേക്ക് ഈ പിഞ്ചു മക്കൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ. എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുകയാ, എന്റെ ഉമ്മ എവിടെയാണ്, എന്റെ വാപ്പ എവിടെയാണെന്നോ എന്റെ പ്രിയമുള്ളവരെ ഈ മക്കൾ ഇങ്ങനെ ചോദിക്കുകയാണല്ലോ. ഞങ്ങൾ ദുനിയാവിൽ ഞങ്ങളുടെ ഉമ്മയും ബാപ്പയും ഞങ്ങളെ കണ്ട് കൊതിതീരുന്നതിന്റെ
മുമ്പ്, ഞങ്ങളെ കണ്ട് കൊതി തീരുന്നതിന്റെ മുമ്പ് പടച്ച റബ്ബേ ഈ ദുനിയാവിൽ നിന്ന് ഞങ്ങൾ വിട പറഞ്ഞവരാ. അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും ഇവിടെയാണ് എന്നവരിങ്ങനെ പറയുമ്പോ പടച്ച റബ്ബേ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളുണ്ടല്ലോ, അവരതാ അവിടെന്ന് പറയുകയാണ്, നിങ്ങളുടെ ഉമ്മയും ബാപ്പയും നിങ്ങളെ പോലെയല്ല. ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തില് അവർ ഒരുപാട് ചെറിയ തെറ്റുകൾ ചെയ്തവരാണല്ലോ, ഒരുപാട് വൻപാപങ്ങൾ ചെയ്തവരാണല്ലോ. അങ്ങനെ ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ കടന്നു പോയവരാ. അവര് നിങ്ങളെ പോലെയല്ലെന്ന് പറയുമ്പോ പടച്ചുറപ്പി അവിടെ നീ പൊന്നു മക്കളുണ്ടല്ലോ, അതാ അവിടുന്ന് വല്ലാതെ പൊട്ടിക്കരയുകയാണല്ലോ, അവിടുന്ന് വല്ലാതെ അട്ടഹസിക്കുകയാണ്, അവിടുന്ന് വല്ലാത്ത ശബ്ദമുണ്ടാക്കുകയാണ്. അല്ലാഹുവേ പടച്ചുറപ്പി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ആരാണ് കരയുന്നത്, ആരാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവർക്ക് പറ്റിയതെന്ന് അവിടുന്ന് ചോദിക്കുകയാണല്ലോ. പടച്ചുറപ്പി അവിടുന്ന് തന്റെ സ്വർഗത്തെ കാക്കുന്ന കവാടത്തിൽ നിൽക്കുന്ന മലക്കുകൾ അവിടുന്ന് പറയുകയാണ്, അല്ലാഹ് ഈ പിഞ്ചു മക്കളാണ് റബ്ബേ കരയുന്നത്, അവരുടെ ഉമ്മയെ കാണാൻ അവരുടെ വാപ്പയെ കാണാൻ അവരിവിടുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അവരിവിടുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പടച്ച റബ്ബേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, അല്ലാഹുവേ അവിടെ ഉമ്മമാരുണ്ടല്ലോ, അവരുടെ വാപ്പമാരുണ്ടല്ലോ, അവരോട് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറയണേ, അവർക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറയണേ എന്ന്. അല്ലാഹുവേ എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണല്ലോ, അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണല്ലോ, ഇതാണ് ഉമ്മ പറഞ്ഞത്, പിഞ്ചു മക്കൾ മരണപ്പെട്ട നമ്മുടെ മക്കൾ മരിച്ചതിന്റെ വിഷമം നമുക്ക് എന്തായാലും ഉണ്ടാകുമല്ലോ. എന്നാൽ അതിന്റെ കൂടെ നമ്മൾ പടച്ച തമ്പുരാനിലേക്കൊന്ന് ചിന്തിക്കണേ, അല്ലാഹുവിലേക്കൊന്ന് ചിന്തിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമുക്ക് ചൊരിഞ്ഞു വെച്ചിട്ടുള്ളത്. നിന്റെ പ്രിയപ്പെട്ട പിഞ്ചു മക്കളുടെ ശഫാഅത്ത് നിനക്ക് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയട്ടെ, പിഞ്ചു മക്കള് മരണപ്പെട്ടെന്ന് വിചാരിച്ചിട്ടോ അവിടുന്ന് പുറക്കലിനെ തേടിക്കോ, അവിടുന്ന് ഒരുപാട് ഒരുപാട് നല്ല നല്ല പ്രാർത്ഥനകൾ നടത്തിക്കോ. അട്ടഹസിച്ചിട്ട് വിഷമം വന്നിട്ട് കരയുന്ന പെണ്ണ്, ഇത് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന പ്രതിഫലമാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, അല്ലാഹുവേ പടച്ച റബ്ബേ, ഇത് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന പ്രതിഫലമാണല്ലോ.